ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. നോളജ് എക്കണോമി മിഷന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. തൊഴിലന്വേഷകരെ തൊഴിലവസരങ്ങളിലേക്ക് നയിക്കുക, അനുയോജ്യമായ തൊഴിലുകളുമായി ബന്ധപ്പെടുത്തുക, നൈപുണ്യ പരിശീലനം നൽകുക, അഭിമുഖങ്ങളിൽ പങ്കെടുക്കാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരുടെ ഇഷ്ടതൊഴിലിൽ അവർക്കുള്ള നൈപുണ്യം വർദ്ധിപ്പിച്ച് ആഗോള തൊഴിലിടങ്ങളിൽ തൊഴിൽ കണ്ടെത്താൻ പ്രാപ്തരാക്കുന്നതാണ് പദ്ധതി. ജില്ലയിൽ മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ജില്ലാ വിജ്ഞാന കേരളം കൗൺസിൽ രൂപീകരിച്ചു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റ്, സഹായത്തിനായി റിസോഴ്സ് പേഴ്സൺ സംവിധാനം എന്നിവയും നിലവിൽ വന്നു. നിയമസഭാ മണ്ഡലം തിരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസി സ്കിൽ കൗൺസിലുകൾ MLA ചെയർമാനായി രൂപീകരിക്കും. പുറമെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കിൽ സെന്ററുകളും നിലവിൽ വരും. ഭൂജലനിരപ്പ് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി പദ്ധതിയുടെ പ്രവർത്തനം ജില്ലയിൽ നടന്നുവരുന്നു. മഴക്കുഴികൾ, കിണർ റീചാർജിംഗ്, തടയണ നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം സംരക്ഷിച്ചു നിർത്തി ഭൂജലനിരപ്പ് ഉയർത്തുകയാണ് ലക്ഷ്യം. ഇതിലൂടെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയും. ജില്ലയിൽ 1000 ഇടങ്ങളിലെങ്കിലും ജലസംരക്ഷണ മാർഗങ്ങൾ ഒരുക്കും. ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് പദ്ധതി ഊർജിതമാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമാഹരിച്ചു. ക്ഷയരോഗമുക്ത ഭാരത് 100 ദിന കർമ്മപരിപാടി ജില്ലയിൽ നടന്നുവരുന്നു. ക്ഷയരോഗം ബാധിക്കാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലയിൽ കുറഞ്ഞത് 60,000 പേരെയെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. പ്രിയ പറഞ്ഞു. തൊഴിലിടങ്ങൾ കേന്ദ്രീകരിച്ച് നിക്ഷയ് വാഹൻ എന്ന മൊബൈൽ യൂണിറ്റ് ക്ഷയരോഗ പരിശോധന നടത്തിവരുന്നു. ഇതോടൊപ്പം ബോധവൽക്കരണ പരിപാടികളും നടക്കുന്നു. മാർച്ച് 7-ന് പരിപാടി സമാപിക്കും. വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാതല വില നിലവാര അവലോകന യോഗം തീരുമാനിച്ചു. അമിത വില ഈടാക്കുന്നത് തടയും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ അധ്യക്ഷനായി സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ക്വാഡ് പരിശോധന നടത്തും. താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിലും പരിശോധന നടത്തും. ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 മുതൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ജില്ലാതല ആഘോഷ പരിപാടികളും പരേഡും നടക്കും. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, NCC, SPC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവയും സ്കൂൾ ബാൻഡ് സെറ്റുകളും പരേഡിൽ പങ്കെടുക്കും. സാംസ്കാരിക പരിപാടികളും നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തും. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 10 വയസ്സിന് മുകളിലുള്ള 30,000-ഓളം പേർ ഇന്ത്യൻ ഭരണഘടനയെ ആസ്പദമാക്കിയുള്ള പരീക്ഷ എഴുതി. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ചോദ്യപേപ്പർ എത്തിച്ച് നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടത്തി. 1 വർഷം നീണ്ട ഭരണഘടനാ സാക്ഷരതാ യജ്ഞത്തിന് ശേഷം റിപ്പബ്ലിക് ദിനമായ നാളെ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കും. ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് പ്രഖ്യാപനം നിർവഹിക്കും. വൈക്കം വെച്ചൂർ റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കുടവെച്ചൂർ അഞ്ചുമന പാലം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 4.02 കോടി രൂപ ചെലവിലാണ് പാലം പണി പൂർത്തീകരിച്ചത്. ആധുനിക രീതിയിൽ BMBC നിലവാരത്തിൽ നവീകരിച്ച വൈക്കം ടി.വി.പുരത്തെ VT റോഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.